നമ്മുടെ ഖത്തറിലെ ദോഹ ഓൾഡ് പോർട്ടിൽ കൈറ്റ് ഫെസ്റ്റിവൽ നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത്. ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ അത് ഫെസ്റ്റിവൽ അവസാനിക്കാനായിട്ട്. ശനിയാഴ്ച ഫെസ്റ്റിവൽ അവസാനിക്കും. ഫെസ്റ്റിവലിനോട് ചേർന്ന് നമുക്ക് കുട്ടികൾക്കുള്ള കുറേ ആക്ടിവിറ്റീസ് ഉള്ള ഏരിയയും അതുപോലെ തന്നെ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ അതുകൊണ്ട്. അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് കൈറ്റ് വർക്ക്ഷോപ്പ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ക്യാൻഡി കളക്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ നമ്മൾ അവിടെ ഒരു സെൻട്രലായിട്ടൊരു സ്റ്റേജ് ഉണ്ട്. സ്റ്റേജിന് നമ്മൾ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ റൈറ്റ് സൈഡിൽ കൈറ്റ് പറത്തുന്ന ഒരു ഏരിയയിൽ അവരൊരു പൗച്ചിൽ നിറയെ ക്യാൻഡി വെച്ച് മേലോട്ട് പൊക്കി പിന്നെ അത് താഴേക്ക് വീഴ്ത്തി അത് കളക്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണത്. അപ്പോൾ അവർ കുറച്ച് പേരെ ആദ്യം കുറച്ച് കുട്ടികളെ ഉള്ളിലേക്ക് കടത്തിയിട്ട് പിന്നെ കുട്ടികൾ കളക്ട് ചെയ്ത് അത് കഴിഞ്ഞ് അഡൾട്ട് ലേഡീസിനെ കടത്തിയിട്ട് അവർ കഴിഞ്ഞപ്പോൾ പിന്നെ ജെൻസ് അങ്ങനെയായിരുന്നു അവർ അതിൻ്റെ ഉള്ളിൽ. അവർ തരുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമ്മൾ അവിടെ കൂടെ പിന്നാലെ ഓടുക, പിന്നെ ആ ക്യാൻഡി വീഴുന്ന സമയത്ത് ഓടി ചാടിയെടുക്കുക. ക്യാൻഡീസ് മാത്രമല്ല ചെറിയ ചെറിയ ഡോള് അങ്ങനത്തെ ടെഡി ബിയറൊക്കെ അതിൻ്റെ കൂട്ടത്തിലുണ്ട്. ഞങ്ങളുടെ കൂടെ ക്യാൻഡി കളക്ട് ചെയ്യാൻ പോയ ആൾക്ക് അതൊന്നും കിട്ടിയില്ല. പക്ഷെ നാളെ ഒരുപാട് ക്യാൻഡി കിട്ടി. കുട്ടികളും നല്ല ഹാപ്പിയായി, ക്യാൻഡി കളക്ട് ചെയ്യാൻ പോയ ആളും നല്ല ഹാപ്പിയായി. മക്കൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു. അവരെ എല്ലാ കാർട്ടൂൺ ക്യാരക്ടേഴ്സും അവിടെ പാറി പറന്ന് നടക്കുന്നത് കണ്ടിട്ട് അവർക്ക് ഒരുപാട് സന്തോഷമായി. അതുപോലെ തന്നെ ഈ ക്യാൻഡിയൊക്കെ കിട്ടിയപ്പോൾ നല്ല ഹാപ്പിയായി. പിന്നെ അവിടെ ഈ പുറത്ത് ഈ ക്യാൻഡിൻ്റെ ഈ റോപ്പ് വലിക്കുന്ന ഒരു വോളണ്ടിയർ ഉണ്ടായിരുന്നു. അയാളും മോനും തമ്മിൽ ഒരു ഡാൻസ് തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഫ്രണ്ടിൻ്റെ മോളായി, പിന്നെ വേറെ 1-2 പുറത്തുനിന്ന് കുട്ടികളായി. പിന്നെ അവിടെ ഒരു ക്രൗഡ് തന്നെ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു അടിപൊളി പ്രോഗ്രാമാണ്. കുട്ടികളെ ആക്ടിവിറ്റീസൊക്കെ ചിലതൊക്കെ പെയ്ഡാണ്, ഫുഡും അതുപോലെ തന്നെ പെയ്ഡ് തന്നെ. പക്ഷേ ഈ കൈറ്റ് വർക്ക്ഷോപ്പൊക്കെ ഉണ്ട്, അതൊക്കെ ഫ്രീ ആയിട്ടാണുള്ളത്. ഈ ക്യാൻഡി കളക്ടിങ്ങിൻ്റെ ആ ഉള്ളിലേക്ക് കയറുന്നതൊക്കെ ഫുള്ള് ഫ്രീ ആണ്. പിന്നെ സ്റ്റേജിൽ മാജിക്കും പിന്നെ അങ്ങനത്തെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡേ ടൈമിൽ തന്നെ പോയാലാണ് നല്ലത്. ഒരു 3 മണിയാകുമ്പോൾ അത് കൈറ്റ് പറന്ന് തുടങ്ങി പിന്നെ ഒരു 7-7 ആകുമ്പോൾ അത് അവസാനിക്കും.